Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I hope all of you are doing well. നിങ്ങളുടെ ജീവിതം ഒരു ബ്യൂട്ടിഫുൾ ആക്കി ദൈവം മാറ്റാൻ പോകുന്നു. God is about to make your life into a beautiful life. ഇപ്പോൾ ചിന്നിച്ചിതറി കിടക്കുന്ന സാഹചര്യം, Right now the situations are like everything is scattered all over. ഒരു സമയത്തെല്ലാം നിങ്ങൾ വാങ്ങിച്ചു കൂട്ടി ഇപ്പോൾ നിങ്ങൾക്ക് അതൊരു ടെൻഷൻ ആയിരിക്കും. At a time in your life you brought things into your life, you bought things and brought it into your life, but now it's scattered all over. ടെൻഷൻ അടിക്കുന്ന ചില വേസിൽ നിന്ന്, വഴിയിൽ നിന്ന്, പ്രോപ്പർട്ടിയിൽ നിന്നെല്ലാം നിങ്ങളെ ദൈവം റിലീസ് ചെയ്യാൻ പോകും. The Lord is going to release you from matters concerning properties which you're tensed about. ഇത് നിങ്ങൾ വിശ്വസിക്കുക. You need to believe it. നിങ്ങൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ചില മേഖലകളിൽ നിന്നെല്ലാം ദൈവം നിങ്ങളെ മാറ്റാൻ പോകും. The Lord is about to take you away from all the matters that are making you feel tense. റിയാലിറ്റി വെളിപ്പെടാൻ പോകും. The reality is about to be revealed. കണക്ഷൻസ് ദൈവം ചെയ്യാൻ പോകും. God is going to connect you. കണക്ടിവിറ്റി, കണക്ഷൻ ദൈവം തരാൻ പോകും. Connections and connectivities are going to be made by the Lord. റിസീവ്ഡ് ത്രൂ ഫെയ്ത്ത്. വിശ്വാസത്താൽ പ്രാപിക്കുക. ആമേൻ. ഇന്ന് നിങ്ങൾ ചിലത് വിശ്വാസത്താൽ പ്രാപിക്കാൻ പോകും. Today you are going to receive some things with faith. ഗലാത്യർ 3:2 പഠിക്കുമ്പോൾ, As we study the book of Galatians chapter 3 verses 2, പൗലോസ് ഗലാത്യ സഭകളോട് ചോദിക്കുന്നു, Paul is asking the Galatian church, ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. this only I want to learn from you. നിങ്ങൾക്ക് ആത്മാവിൽ ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലോ, Did you receive the Spirit by the works of the law, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ, or by the hearing of faith? ഇത് ലഭിച്ചത് ന്യായപ്രമാണത്തിൽ നിന്നല്ല, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണ്. So it wasn't received by the Spirit or by the works of the law, but by the hearing of faith. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. The Holy Spirit is the gift of God. ഇന്നും വിശ്വസിക്കുന്നവരുടെ മേൽ ഈ ദാനത്തെ പകരാൻ കർത്താവ് വിശ്വസ്തനാണ്. God is faithful to pour out this gift upon those who believe even right now. Faith is the key to our participation in all the work of the Spirit. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിലുള്ള എല്ലാ വിഷയങ്ങളിലും പങ്കെടുക്കുവാനുള്ള താക്കോലാണ് വിശ്വാസം. ഓ, ഈ താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, Oh, if you have this key with you, നീ ഭയപ്പെടണ്ട. you won't be afraid. യഹോവയുടെ കരം നിന്നോട് കൂടെയുണ്ട്. The hand of the Lord is with you. നിന്റെ സന്ധ്യ കഴിയാൻ പോകുന്നു. Oh, your evenings are about to end. നിന്റെ പ്രശ്നങ്ങൾ ഓടി മറയുന്നു. Your troubles and your struggles are going to go away. ഹല്ലേലൂയ. Hallelujah. ജീവിതത്തിൽ നിത്യമെടുക്കുന്ന ചില ഇഞ്ചക്ഷനുമായി ബന്ധപ്പെട്ട് ചില വലിയ സിക്നസിൽ ചില സ്റ്റിറോയിഡ്സ് കുത്തിവെക്കുന്നവരുണ്ട്. There are some people who are taking some steroids as a medicine, as a medication for the diseases you have in your body. ആ സ്റ്റിറോയിഡ്സ് ഇഞ്ചക്ട് ചെയ്യുന്ന നിർത്താൻ പോവുകയാണ്. Oh, you're going to stop taking those steroids അത് നിന്റെ ബോഡിയെ വല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. because it is harming your body. ആ രോഗം നിന്നെ ഭയപ്പെടുന്നു. And the disease is making you afraid. വിശ്വാസം, Faith, പരിശുദ്ധാത്മാവിന്റെ ശക്തി, the power of the Holy Spirit, അത് ഏറ്റെടുക്കുക. you need to receive it. അതിലൂടെ വലിയ കാര്യങ്ങൾ നടക്കും. Through it, mighty things will take place. വലിയ പ്രവർത്തികൾ സംഭവിക്കും. Mighty works are going to take place. ഇത് നിങ്ങളുടെ ദിവസം, This is your day. ഇത് നിങ്ങളുടെ മന്ത്, This is your month. നിങ്ങൾ കടക്കാൻ പോകുന്ന ഇയർ നിങ്ങളുടെ ഇയർ. The year you are about to step in is your year. ഫെയ്ത്തിൽ മുന്നേറുക. Walk ahead in faith. വറി ചെയ്യണ്ട. Do not worry. വറി ചെയ്യണ്ട. Do not worry. ഫെയ്ത്തിൽ മുന്നേറ്. Move ahead in faith. വിശ്വസിക്ക. Have faith. ആഴത്തിലുള്ള അടിസ്ഥാനമിട്. Oh, put a foundation. വിശ്വാസം എന്ന ഫൗണ്ടേഷൻ. The foundation of faith. പ്രത്യാശ എന്ന വാള്. The wall which is the hope. ലവ് എന്ന റൂഫ്. The love which is the roof. ഇത് മൂന്നും ചേരുമ്പോൾ, as all these three combine, ഒരു കെട്ടിടമാകുന്നു. there will be a shelter, there will be a house. ഇത് നമ്മുടെ ഒരു ജീവിതമാണ്. It shows our life. ഇത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷനാണ്. It is our protection. ഇതെല്ലാം കർത്താവ് തരും. God is going to give it all. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. I'm going to pray for you. നല്ല ഡാഡി, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. Good Father, we come before your presence. യേശുവേ,
Oh Jesus, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. Lord, we praise you. അങ്ങാണ് ഞങ്ങളുടെ എല്ലാം. Lord, you are our everything. അങ്ങയെ മറന്ന് ജീവിപ്പാൻ ഇടയാകരുത്. Lord, let us not live forgetting who you are. ഞങ്ങൾക്കെല്ലാം ഫ്രീ ആയി തന്നു. You have given us everything freely. അങ്ങയുടെ ജീവനെ തന്നു. Lord, you gave your life for us. ഞങ്ങളെ സ്നേഹിച്ചു. Lord, you loved us. ആ സ്നേഹത്തിലേക്ക് ഞങ്ങൾ വരുന്നു. Oh Lord, we come into your love. അനുഗ്രഹിക്കണമേ. Oh Lord, bless ഈ us. ജനത്തിനൊരു ഹീലിംഗ് കൊടുക്കണമേ. Lord, give a healing to this അടഞ്ഞ people. വാതിലുകൾ തുറക്കണമേ. Let all the doors that are shut be opened. സന്തോഷവും സമാധാനവും സൗഖ്യവും കൊടുക്കണമേ. Oh Lord, give them peace, joy and healing. യേശുവിൻ നാമത്തിൽ. In the name of Jesus. Amen. Amen. God bless you. Love you. ഡിസംബർ 23, 24, 25 നടക്കുന്ന ഫാമിലി കോൺഫറൻസ് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഫാമിലിയിലുള്ള ഇറിറ്റേഷൻസ്, ഡിപ്രഷൻസ്, ഫിനാൻസ് പ്രോബ്ലം, ഡെപ്റ്റ് എല്ലാം ദൈവം ചേഞ്ച് ചെയ്യും. നിങ്ങൾ 3 ദിവസം വന്നെല്ലാം മറന്ന് ദൈവസന്നിധിയിലിരിക്കും. ഈ വചന ശുശ്രൂഷ, ഡെലിവറൻസ് ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ നിത്യമായിട്ടുള്ളൊരു വിടുതലാക്കി ദൈവം മാറ്റും. God bless you. I love you. There's a family conference in the month of December from 23 to 25. Let me tell you all the bondages in your family life regarding diseases, deaths, and spiritual crisis. Everything is going to be turned away, and God is going to give you a breakthrough in your life. Come and attend this meeting and be blessed. God bless you.